ഇങ്ങോട്ടെ സാരിയൊക്കെ വിട്ടെ. മറ്റേ സിനിമയിലൊക്കെ നിൽക്കുന്ന മാതിരി പെണ്ണ് കാണാൻ വന്നവരെ. ഞാൻ പെണ്ണ് കാണാൻ വന്ന ഒന്നുമല്ല, എൻ്റെ ചായയൊക്കെ ആയിട്ട് വരില്ലേ അതുപോലെ വന്നത്. എൻ്റെ ഒപ്പം പോരുന്നുണ്ടോ? അയ്യോ, ഞാൻ കൊണ്ടുപോയി വളർത്തേണ്ടി വരുമല്ലോ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കൊണ്ടുപോവാട്ടാ. എന്താ പേരെന്താ? എൻ്റെ പേര് ഗോവിന്ദ്. അയ്യോ, എൻ്റെ പേര് ഗോവിന്ദ്. എന്നെ ഇഷ്ടമല്ലേ? എൻ്റെ ഏതെങ്കിലും പരിപാടി കണ്ടിട്ടുണ്ടാവും അല്ലേ? എൻ്റെ ഏതൊക്കെയോ കോമഡി പരിപാടി കണ്ടിട്ടുണ്ടെന്ന് തോന്നണു. കുളിക്കാൻ മടിയാണോ? അയ്യേ അയ്യേ. എന്നിട്ടാണോ നീ അന്ന് തോണിന്ന് വെള്ളത്തിൽ ചാടാൻ പോയത്? 4-3 പ്രാവശ്യം കുളിക്കണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? വെള്ള അലർജി ഉള്ളവർക്കൊക്കെ ഇവിടെ പാടായിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും പറയുന്ന പോലെ, എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നമ്മുടെ സുബി സുരേഷ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ കുറച്ച് നന്നാവാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. നന്നാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കയ്യിലിപ്പം നന്നാവാൻ സാധ്യതയില്ല, ശരീരവും നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു വിട്ടതനുസരിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ എത്തിയിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആത്മ യോഗ നാച്ചുറോപ്പതി വെൽനസ് റിട്രീറ്റ്. അപ്പോൾ ആത്മാ വെൽനസ് റിട്രീറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഭാബീനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം വിളിച്ച് പറഞ്ഞാൽ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം. അവിടെ നിന്ന് കെട്ടിയിട്ടോളണം. മുറി അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് മാത്രം ആരെങ്കിലും അകത്തേക്ക് വിട്ടാൽ മതി. ഫുഡും അകത്ത് കൊടുത്തേക്കണം. പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഓടിപ്പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നേക്കണം. നന്നാവാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. തുറക്കേണ്ട ആവശ്യം വന്നില്ല, അങ്ങോട്ട് കയറുകയാണ്. വിളിച്ച് പറഞ്ഞിട്ട് അബി എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. മമ്മിയുടെ പണിയാട്ടോ ഇതൊക്കെ. മമ്മി, അബി നമസ്കാരം. നമസ്കാരം. മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. എന്നെ നന്നാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പൂട്ടിയിടാനാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ കെട്ടിയിട്ട് വളർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം എന്ന് പറഞ്ഞാൽ 7 ദിവസം കേട്ടോ. എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. എൻ്റെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം പ്രേക്ഷകർക്കും ഇപ്പോൾ മമ്മി പറഞ്ഞ് അബിക്കും അറിയാമല്ലോ, എന്താണ് കുഴപ്പങ്ങളുള്ളതെന്നൊക്കെ ഉള്ളത് അറിയാം. ഒത്തിരി പേര് ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ടും, നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ടും, ഒത്തിരി ഇഷ്ടമുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞതിൻ്റെ ഫലമായിട്ടും ഇന്നാണെങ്കിൽ നന്നായി കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നന്നാക്കാല്ലേ? നന്നാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങോട്ട് നിൽക്കാം? അവിടെ ഇരിക്കാം. പിന്നെ അപ്പോൾ ആഹാരത്തിലൊക്കെ നിയന്ത്രണം വേണമെന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്നില്ല. പക്ഷെ നമുക്ക് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ. ഓഹോ. നമ്മുടെ ആഹാരം നേരത്തിന്, ഉറക്കത്തിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? ഉറക്കം സമയത്തിന് ഉറങ്ങണം. സമയത്തിന് ഉറങ്ങണം, സമയത്തിന് എണീക്കണം. രാവിലെ 6:15. അയ്യോ, രാവിലെ 6:15 ജ്യൂസ് തരും. ഒരു 6:15 ജ്യൂസ് തരും. അത് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും, നമ്മുടെ ഹെൽത്ത് അനുസരിച്ച്. ഇവിടെ നമ്മളുടെ ഒരു ഫുഡും സിമിലർ അല്ല. അപ്പോൾ ഒരു ഫുഡോ ഒരു ട്രീറ്റ്മെന്റോ ഒന്നും എന്തൊക്കെയാണ് തരുന്നത് നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഇതനുസരിച്ച്, ഹെൽത്ത് അനുസരിച്ച്. ഇവിടെ നമുക്ക് 4 പേര് അഡ്മിറ്റ് ആണെങ്കിൽ 4 ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, 4 രാവിലത്തെ ജ്യൂസ് ആയിരിക്കും, 4 ലഞ്ച് ആയിരിക്കും, 4 ഡിന്നർ ആയിരിക്കും. എൻ്റെ കാര്യത്തിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും എനിക്ക് തോന്നുന്നു. 6:15 എന്നുള്ളതൊരു 8-8:30 ആക്കാൻ പറ്റും. 8-8:30 ആകുമ്പോൾ നമ്മൾ രാവിലെ യോഗ കഴിയും, യോഗക്രിയ കഴിയും, രാവിലത്തെ ഭക്ഷണവും കഴിയും. യോഗ, അതിനുള്ള യോഗം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. യോഗം ഉണ്ടാക്കുകയാണ് നമ്മൾ ആത്മ ഉണ്ടാക്കുന്നത്. അത് തന്നെയല്ല, പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേട്ടോ. ഞാൻ അന്നൊരു ദിവസം വന്നില്ലേ, അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് അഭിനെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം അന്നൊരു ദിവസം ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലം അങ്ങനെയൊന്നും തോന്നുമല്ല. ഒരു ഇല്ലം, ഒരു 4 കെട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു വീട്ടിൽ താമസിക്കുന്ന പോലത്തെ ഉള്ളൊരു ഫീലാണ് ഉള്ളത്. അത് തന്നെയാണ്. ഒരു 10 ദിവസത്തേക്കോ അല്ലെ 7 ദിവസത്തേക്കോ അല്ലെ 15 ദിവസത്തേക്കൊക്കെയാണ് വരുന്നത്. അതിഥിയായിട്ട് വന്ന് കുടുംബമായിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. ഇവിടെ അത് അതിഥിയായിട്ട് വന്ന് കുടുംബമായിട്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച. ഞാനവിടെ മാറി ഇന്ന് കണ്ട, അതുകൊണ്ട് കാറ് ഞാൻ അവിടെ ഒതുക്കി. ഇവിടുന്ന് ആരോ ഒരു 1-2 ചേച്ചിമാര് നമ്മുടെ 15 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഇവർ കരഞ്ഞുവാന്നേ. ഞാനിപ്പോൾ എന്താ സീൻ എന്നറിയത്തില്ലോ, വരണോ വേണ്ടോ എന്ന് പേടിച്ചവിടെ കാറ് മാറ്റിയിട്ട് കിടക്കുമായിരുന്നു ഞാൻ. അതങ്ങനെയാണ്, ആര് വന്നാലും പോകുമ്പോൾ നമുക്ക് അറ്റാച്ച്. കാരണം നമുക്ക് 3 റൂംസ് അല്ലേ ഉള്ളത്. 3 റൂം, ഒരു വീട്. അതെ, ഒരു 4 കെട്ടാണ്. ഈ 3 റൂമിന്റെ
പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മളെ കാണാം. അതെ. ഇപ്പോൾ രാവിലെ ഇപ്പം ഇവിടെയുള്ള സ്റ്റാഫിൽ എല്ലാവരും തന്നെ ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ 15 ദിവസം താമസിച്ച് ആ കുടുംബമായിട്ടാണ് തിരിച്ചു പോകുന്നത്. രാവിലെ 6:15 മുതൽ രാത്രി 8:30 വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 11 ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. 11 ട്രീറ്റ്മെന്റ് ഒരു ദിവസം ഒരു 11 ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 11 ട്രീറ്റ്മെന്റ്സിലും എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഫേസാണ്. ഇവിടെ ഈ ഡോക്ടർ പ്രത്യേക റൗണ്ട്സിന് വരുന്ന സമയം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഡോക്ടർ ഫുൾ ടൈം നിങ്ങളുടെ കൂടെയാണ്. അതായത് രാവിലെ എണീക്കുമ്പോൾ ഒരു ലേഡി ഡോക്ടർ. അപ്പം ലേഡി ഡോക്ടർ ഇവിടെ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ഒരു തെറാപ്പിസ്റ്റുകളുണ്ട്. അങ്ങനെ മുഴുവൻ ഒരു ടീമാണ്. അവരെല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. അല്ലാതെ ഇന്ന 24/7 അവൈലബിൾ ആണ്. നിങ്ങളുടെ റൂമിന് വെളിയിൽ ഇറങ്ങിയാൽ അവർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. ഒരു 2 പേഷ്യന്റിന് ഒരു ഡോക്ടർ. ട്രീറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമുക്കറിയാവുന്ന ഒരാൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് കൂടുതൽ റിസൾട്ട് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം ഞാനാണെങ്കിലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയി, സുബി ചേച്ചി എനിക്ക് അറിയത്തില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് തന്നാൽ ഒബ്വിയസ്ലി സയൻസ് ആണ്, ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ മാനസികമായിട്ട് നമ്മളോട് അടുത്തിരിക്കുന്ന ആൾ നമുക്ക് സ്നേഹത്തോടെ ഒരു കാര്യം തരുമ്പോൾ ഇറ്റ് വിൽ ഗിവ് എക്സ്ട്രാ എഫക്ട്, അല്ലെങ്കിൽ ഒരു ഡബിൾ എഫക്റ്റ് നമുക്കുണ്ടാവും. അതെ. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ സദ്യ കഴിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഭയങ്കര ഇഷ്ടത്തോടുകൂടി ഭയങ്കര ഇതായിട്ട് ഇതേ സെയിം സദ്യ തന്നെ മതി ഒന്ന് വിളമ്പി തന്ന് നമ്മുടെ കൂടെ ഇരുന്നൊന്ന് കഴിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ചിലപ്പോൾ ഒരുപക്ഷെ അതിലും രുചിയോടെ വേറൊരാൾ ഉണ്ടാക്കി തന്നാലും നമുക്ക് അമ്മയോടൊപ്പം എത്തത്തില്ല. നമുക്ക് അറ്റാച്ച്മെന്റ് ആണ് അതിന്റെ ബേസിക് റീസൺ. അപ്പോൾ അമ്മ എന്നുള്ളതല്ല, നമുക്ക് മെന്റലി നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. പിന്നെ മെന്റൽ എനിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും മെന്റലി അങ്ങ് അറ്റാച്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും എൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് വേണ്ടി വരിക? ഇപ്പോൾ നമുക്ക് ഈ രാവിലെ നമുക്കിപ്പോൾ നോർമലായിട്ട് പോകുമ്പോൾ നമുക്കൊരു ഫുൾ ബോഡി മസാജ് ഉണ്ടായിരിക്കും. അത് ഓയിൽ മസാജ് ആയിരിക്കും. ആ ഓയിൽ നമ്മളുടെ ഒരു ഓയിലാണ്. നമ്മൾ തന്നെ മെഡിക്കേറ്റ് ചെയ്ത് ഹെർബ് എടുത്ത് ഒരു 12 ടൈപ്പ് ഹെർബ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. നമ്മൾ തന്നെ ഇതാക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രാൻഡ്. പുറത്തുനിന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റീം ബാത്ത് ഉണ്ട്. അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മഡ് ബാത്ത് ഉണ്ട്. മഡ് ബാത്ത് ശരീരം മുഴുവൻ മണ്ണ് തേച്ചുള്ള മഡ് ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പട്ടാളം സിനിമയിലെ ഉള്ള ആരായിരുന്നു അതിനകത്ത് ഇന്നസെന്റ് ഏട്ടനെ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ടർമറിക് ബാത്ത് ഉണ്ട്. ടർമറിക് ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ടർമറിക് ആണ്. പിന്നെ സാന്തൽ ബാത്ത് ഉണ്ട്, ചന്ദനം. പിന്നെ ആദവ സ്നാനമുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും. നമ്മളൊരു ലൈറ്റായിട്ടൊരു ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് വാഴ ഇലക്കകത്ത് നമ്മൾ പൊതിഞ്ഞ് സൂര്യൻ്റെ അവിടെ നമ്മളൊരു അരമണിക്കൂർ കിടക്കും. സൺലൈറ്റ് കിട്ടാൻ ഫുള്ള് പൊതിയും വാഴയിലയിൽ. ഫുള്ള് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് സൺലൈറ്റ് കിട്ടാൻ അതായത് ഒന്ന് പൊള്ളിച്ചെടുക്കുക. കരിമീൻ പൊള്ളിച്ചെന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുക. അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അക്യുപ്രഷർ, ഈ വേദനകൾക്ക് മെയിനായിട്ടുള്ള വേദനകൾക്ക് അക്യുപ്രഷർ ഉണ്ട്. പിന്നെ ഡെയിലി യോഗയുണ്ട്. മോർണിംഗ് യോഗയുണ്ട്. ഇത് കഴിഞ്ഞ് പ്രാണായാമ സെക്ഷനുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ യോഗയുണ്ട്. ഇപ്പം സുബി ചേച്ചിക്കോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ എല്ലാവർക്കും കൊടുക്കേണ്ട യോഗ ആയിരിക്കത്തില്ല തരേണ്ടത്. അപ്പോൾ നമ്മളുടെ ചില കണ്ടീഷൻ കാണും. നമുക്ക് ബാക്ക് പെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ അതിന് വേണ്ടി ഒരു യോഗ പ്രോട്ടോകോൾ ഉണ്ട്. അത് 1 മണിക്കൂർ എങ്ങനെ ചെയ്യാം, നമുക്ക് വീട്ടിൽ പോയി അതെങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോൾ യോഗിക് ഇൻഡിവിജ്വൽ യോഗ സെക്ഷൻ ഉണ്ട്. പിന്നെ ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു 12 അല്ലെങ്കിൽ ഒരു 10-12 വരെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഒരു ദിവസം ഒരാൾക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മെയിൻ ഫുഡാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാ രാവിലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, കഴിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെ രുചികരമായിരിക്കും. അതെ. ഇപ്പൊ പിന്നെ ഒരു വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഫ് യു ആർ ഫീലിംഗ് ഡിസ്കംഫർട്ട് നമ്മളോട് ധൈര്യമായിട്ട് തുറന്ന് പറയാം. അപ്പൊ നമുക്ക് അതിനുള്ള ചേഞ്ച് ഉണ്ട്, നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആ കാര്യം ഞാനിട്ട് എന്തും തുറന്നു പറയാമല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ സാധാരണ എനിക്ക് ബ്രഞ്ചാണ് പതിവ്. അപ്പോൾ എന്താണെങ്കിലും ബ്രഞ്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എൻ്റെ പെട്ടി ഇറക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതെ, ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാട്ടോ. എന്നിട്ടേ ഞാൻ പെട്ടി ഇറക്കണോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവൻ്റെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ കുറച്ച് പേര്. ഹലോ, ഹായ് മോളൂട്ടി, എന്താ പേരെന്താ?
ശ്രീബാല എന്താ വീട്ടിൽ വിളിക്കുന്നേ? തുമ്പി. ആഹാ, അത് കൊള്ളാലോ. ഈ തുമ്പി കല്ലെടുക്കുവോ? കല്ലെടുക്കത്തില്ല. പിന്നെന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ചെയ്യോ? കടിക്കുക, മാന്തുക, പിച്ചുക, അങ്ങനെ എന്തെങ്കിലും? ഡോക്ടർ പറഞ്ഞല്ലോ കടിക്കൂന്ന്. കടിക്കാറുണ്ടോ? കടിക്കൊന്നും ചെയ്യല്ലേ കേട്ടോ, നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. ഹായ് ചേച്ചി, എന്തുണ്ട് വിശേഷം? ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് വന്നാണോ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്, ഒരു ഹോംലി ആയിട്ട്. എല്ലാവരുടെയും കണ്ണ് നനയുന്നത് കുറച്ച് കൂട്ടുകാരികൾ പോയപ്പോഴത്തേക്കുള്ളത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അറ്റാച്ച്ഡ് ആണ് നിങ്ങളെന്നുള്ളതും എനിക്ക് മനസ്സിലായി കേട്ടോ. അതെ, ഒരു വീട് പോലെ. ഇപ്പോഴും പറയുമ്പോൾ ഒരു തേങ്ങൽ വന്നു വേണ്ട എന്നെ എനിക്കാണെങ്കിൽ ആരെങ്കിലും കരയണ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കണ്ണ് നിറയും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ വേണ്ട ഞാനുണ്ട് ഇവിടെ കുറച്ച് ദിവസം കേട്ടോ. ഞാൻ പോകുമ്പോഴും നമുക്ക് ഇടിച്ച് കരയണം. ഞാനിവിടെ 7 ദിവസം പോകുമെന്ന് അറിയത്തില്ല. നിങ്ങളുടെയൊക്കെ സ്നേഹം അനുസരിച്ചാണ് 7 ദിവസം നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. നിന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാ. നീ ആ അമ്പലിന്റെ വീഡിയോയിൽ അപ്പുറത്തെ ഇതിനകത്ത് കൗണ്ടർ അടിച്ചവനല്ലേ? എന്റെ പേരെന്തായിരുന്നു? നവനീത്. നീ ഇപ്പോഴും പോയില്ലേ ഇവിടെ നിന്ന്? താമസം ഇവിടുന്ന് വന്നവരാരും പോകുന്നില്ലല്ലോ. അല്ല വേറൊരു കാര്യമുണ്ട് അഭിജിത്ത്, ഇനിയിപ്പോ ഇത്രയും മുറികൾ മാറ്റിയിട്ട് വേറെ പണിയേണ്ടി വരുമല്ലോ. പണിയുന്നു. താഴെ പണി നടക്കുന്നുണ്ടല്ലേ? അന്ന് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ തികയുന്നില്ല, സ്ഥലം തികയുന്നില്ല. രണ്ടാമത്തെ ദിവസം തിരിച്ചു പോകാൻ വേണ്ടി എല്ലാം റെഡി ആയതാ. ഇവിടുന്ന് പോകത്തില്ല. രണ്ടാമത്തെ ദിവസം മുങ്ങാൻ നോക്കിയാ പറ്റിയില്ല. എന്റെ പാർട്ടിയാ. ഇപ്പൊ വള്ളത്തിൽ വന്നില്ലേ? ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ വീട് ആ കരയിൽ ഒന്ന് ബാലസാറുണ്ടായിരുന്നു. സാറ് വേണ്ട കേട്ടോ, ഇവനെ ഞാൻ ഇപ്പൊ തന്നെ തള്ളിയിടുന്നു പറഞ്ഞു. വെള്ളത്തിൽ തള്ളിയിടുന്നു അങ്ങ് പറഞ്ഞായിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ട്രീറ്റ്മെന്റ്. വെയിറ്റ് ലോസിങ് വെൽനസിന് വന്നാ. എന്തിനാ വെയിറ്റ് ലോസ് ചെയ്യുന്നത്? ഒരു പടം കമ്മിറ്റഡ് വിജയ് സേതുപതി സാറായിട്ട്. വിജയ് സേതുപതിയുടെ പടത്തിൽ അഭിനയിക്കാൻ പോകണോ? മോനെടാ, ഞാൻ വെറുതെ തന്നെ കളിയാക്കിയത് കേട്ടോ. ഇവന് കൂടെ വന്നൊരു ഫോട്ടോ ഇപ്പോഴും എടുത്ത് വെച്ചേക്ക്. വിജയ് സേതുപതിയുടെ ഒക്കെ ഒപ്പം അഭിനയിച്ച് കഴിയുമ്പോൾ ഇവൻ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബടിയാണ്, ഇതാണ് എൻ്റെ ചങ്കാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇടാലോ കേട്ടോ. അപ്പം അഭിജിത്ത് അല്ല നവനീത്, സോറി, അവൻ തന്നെ അവന്റെ പേര് മറന്നുപോയി. ഡോക്ടറെ വേറെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവനീത് എൻ്റെ നല്ല ഫ്രണ്ടാണ്. വിജയ് സേതുപതിയുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ലോസിന് വന്നിരിക്കുന്നു. കുറഞ്ഞില്ലേ അന്നത്തെക്കാളും? മഞ്ചിയിലിരുന്നേക്കാളും വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിജയ് സേതുപതിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചു പറഞ്ഞു, ഇതുപോലത്തെ ഒരു സുന്ദരി ഇവിടെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നായികയായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാബാ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞോ. മീര ചേച്ചി അല്ലേ? മീര ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പ്രത്യേകതയുള്ളത്? ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമ്മൾ നോർമലി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ അതെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും ഇതിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാന്നാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഇതാണ് മീര ചേച്ചി അല്ലേ? മീര ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. അന്നദാത ചേച്ചിയാണോ ഇതൊക്കെ കുക്ക് ചെയ്യുന്നത് ഇവിടെ? ആണോ? ചേച്ചി എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 2-3 മാസമായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അപ്പോൾ കണ്ടില്ല അല്ലേ? ഒന്ന് ഞാനിവിടെ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ കണ്ടില്ലായിരുന്നു ചേച്ചിനെ. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ട് കേട്ടോ. പൊളിക്കണം കേട്ടോ. ഡോക്ടർ അതും ഇതുമൊക്കെ പറയും, പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞ് മടങ്ങി കേട്ടോ. അതിനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടോളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ശരി ചേച്ചി. കുടിക്കാൻ എന്തെങ്കിലും തരില്ലേ? തരൂലേ? എനിക്ക് പാൽ ചായ വേണ്ട കേട്ടോ. തരത്തില്ല കേട്ടോ. അപ്പൊ ഇതെന്താ സംഭവം? ഇത് പുട്ട്. പക്ഷെ പുട്ടെന്ന് പറഞ്ഞാൽ നോർമൽ പുട്ടല്ല. എന്താ പ്രത്യേകത? കൂടെ ഇപ്പോൾ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തേങ്ങയുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ഏറ്റവും കുറവ് അരിയാഹാരം കഴിക്കണമെന്നാണ്. അതെ. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എനിക്കും പറ്റത്തില്ല. അതെല്ലാവർക്കും പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് അരി എടുക്കാം. കുറച്ച് അരിപ്പൊടിയേ ഉള്ളൂ. ബാക്കി അതിൻ്റെ കൂടെ പച്ചക്കറികളും തേങ്ങയും എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ത് സംഭവം? ഇത് നമ്മുടെ സാധാരണ കടലക്കറിയാണ്. പക്ഷെ മസാലയില്ല, മുളക് പൊടിയില്ല. നാച്ചുറൽ ആയിട്ടുള്ള പൊടികളാണ്. എരിവിന് കുരുമുളക് പൊടി ഇടും, ബാക്കി തേങ്ങാപ്പാല്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.
അപ്പോൾ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അങ്ങ് കടക്കുവാണ്. ഇവിടെ വന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ തെറ്റോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അരിയാഹാരം കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോറ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്തിരുന്ന സമയത്ത്, അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡയറ്റ് ചെയ്തിരുന്നു, ആ സമയത്ത് ഞാൻ ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഓട്സും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ചെയ്തത്. അപ്പോൾ നോക്കാം ഇത്. പിന്നെ ഒരിടത്തും കാണാത്തൊരു സംഭവം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിരട്ട അല്ലേ? ഒറിജിനൽ ചിരട്ടയിൽ എല്ലാം നാച്ചുറലാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയിൽ ഉള്ളതൊന്നും നടക്കില്ല. ഞാൻ നന്നായേ പറ്റത്തുള്ളൂ എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നന്നാവാം. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. പുട്ട് ആദ്യം അങ്ങ് എടുത്തു. ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ കളറൊക്കെ നോക്കി എൻ്റെ പൊന്നെ. പുട്ട് മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തേങ്ങയും പുട്ടും ക്യാരറ്റും കൂടി ബീട്രൂട്ടും കൂടി ഒന്ന് അത് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ലേ? ഇനി മസാലയില്ലാത്ത കടലക്കറി, തേങ്ങാപ്പാലും കുരുമുളകും ഒക്കെ മാത്രം ഇട്ടുള്ള കടലക്കറി കൂട്ടി ഒരു പിടുത്തം കൂടി കറി വയ്ക്കട്ടെ. അടിപൊളി കേട്ടോ. കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ജീവിച്ച് പോകും കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കഥയിലേക്ക് കിടക്കുകയല്ലേ? കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ അടിപൊളിയായിട്ടുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലം. വെണ്ണയൊക്കെ കൊടുക്കുമോ ഇവിടെ? ഉണ്ട്. അതും ഡയറ്റിൻ്റെ ഭാഗമാണ്. ഇല്ല, ഞാൻ കട്ട് തിന്നാൻ വരില്ല കേട്ടോ. ബാക്കി ഇനി എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക്? അല്ല, നമുക്കിനി നമ്മളുടെ ഇപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മളൊരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ കാണും. നമ്മളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം കൂടെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് കൺസൾട്ടേഷൻ കാണും. അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്യും. അതായത് എല്ലാ നമ്മുടെ എന്തൊക്കെ ഇതുണ്ട് പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. ഈ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ചില ഡോക്ടേഴ്സ് പറയത്തില്ലേ, നമ്മൾ പുറത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഇത് ഇന്ന ടെസ്റ്റ് ചെയ്തിട്ട് വരണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരണം, അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിത്തിൻ 2 വീക്സ് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് വെച്ചാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഇവിടെ വരും. ഇവിടെ വന്ന് സാമ്പിൾ കളക്ട് ചെയ്തുള്ള സംവിധാനമുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അല്ലാതെയുള്ള ബാക്കിയുള്ള ടെസ്റ്റുകൾ വേണ്ടവർക്ക് എന്ത് ടെസ്റ്റും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിട്ടെ, ഇവിടെ അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ആർക്കെങ്കിലും അക്കംപനി ചെയ്യാൻ പറ്റുമോ? മറ്റേ ബൈസ്റ്റാൻഡർമാരും ഉണ്ട്. അങ്ങനെയുണ്ട്. ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ള പോലെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ബൈസ്റ്റാൻഡർമാർ വേണം അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് കൂടെ ആരെങ്കിലും നിൽക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമുക്ക് ഈ 3 റൂംസ് അല്ലേ ഉള്ളൂ. 3 റൂംസിനകത്ത് 7 സ്റ്റാഫ് കൂടി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന്റെ കൂടെ എപ്പോഴും ഒരു സ്റ്റാഫ് ഉണ്ടാവും. 24 hours ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടാവും. എന്തിനും ഒരു വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൂളിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ബാക്കിയുള്ള സംസാരിച്ചാലോ? ഭയങ്കര ഒരു ഐശ്വര്യമുള്ളൊരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഒരു റൂമുണ്ട്. ഈ അകത്തളം ഒരു തുളസി തെറയൊക്കെ ആയിട്ട് അല്ലേ? അതെ. മഴ പെയ്താൽ വെള്ളം വീഴും. ആഹാ, അടിപൊളി. സൺലൈറ്റ് നേരെ അങ്ങ് കിട്ടുന്നുണ്ട് അല്ലേ? അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ത്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ത്രെഡ്മില്ല് അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച്. പക്ഷെ എനിക്ക് ത്രെഡ്മില്ല് പറ്റത്തിട്ടോ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞേക്കാം. എൻ്റെ വീട്ടിലൊരു ത്രെഡ്മില്ലുള്ളത് വേറെ പല കാര്യങ്ങൾക്കുമാണ് യൂസ് ചെയ്യുന്നത്. അതായത് പലതും അലക്കിയിട്ട് ഉണക്കാനാണ് യൂസ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊരു റൂമാണ്. പേഷ്യൻസ് ഉണ്ട്. ഇത് ചെരുപ്പൊന്ന് ഊരിയിട്ടെ. ഇത് നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്ന കൃഷ്ണ തോന്നേ. ഈ വിളക്ക് കെടുത്താറില്ല. 24x7 ഇങ്ങനെ നിൽക്കുവാണ്. അതെ അങ്ങനെ. അപ്പോൾ ഒരിച്ചിരി ഭസ്മം ഒന്ന് എടുത്തോട്ടെ. എനിക്ക് കുറിയിടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. എന്താണെങ്കിലും ഭഗവാനെ കാത്തോളണേ. ഇവിടെ 7 ദിവസം നിൽക്കാനുള്ള പ്രാപ്തി എനിക്ക് തരണേ. ഇവിടെ റൂംസ് ഉണ്ട്. ഇവിടെ വാഷിംഗ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഒരു ഡ്രിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ ഇത്? കഞ്ഞിവെള്ളവും ചമ്മന്തി. അതെന്ത് കോമ്പിനേഷനാ അത്? അതൊരു ഡയറ്റിന്റെ ഭാഗമാണോ? അതെ, ഒരു ഗ്യാസ്ട്രൈറ്റിക് കണ്ടീഷന് നമ്മൾ കൊടുക്കുന്നൊരു. അതിന്റെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ 2-3 ഹെർബ്സ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ കഞ്ഞിവെള്ളത്തിൽ 1-2 വറ്റിട്ട് വെച്ച് കുറച്ച് അച്ചാറില്ലേ, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത്.
അച്ചാറും നല്ല മുളകിടിച്ചത്, ഉണക്കമുളകിടിച്ചത് അല്ലെങ്കിൽ ഈ ചമ്മന്തി ഒക്കെ കലക്കി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൊളിക്കും കേട്ടോ. പരിഗണിക്കാം വേണ്ടി വന്നാൽ അല്ലേ. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. കിച്ചണിൽ നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഇതാണുള്ളത്. പിന്നെ 24 മണിക്കൂറും ഡോക്ടറുടെ കണ്ണെത്തുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഡോക്ടറുടെ ഏരിയ. നമ്മുടെ അഭിജിത്ത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറെ വിളിച്ചോളൂ. ചാരു എന്നാണ് ഡോക്ടറുടെ പേര്. ചാരുലത. നമ്മള് ചാരു എന്ന് വിളിക്കുന്നത്. അതാണ് ഒരു ഇത്. അയ്യോ, ചാരു ഭയങ്കര അച്ചടക്കത്തോട് ഭയങ്കര നമ്രശിരഷ്കയായിട്ടൊക്കെ വരുന്നു. ചാരു എന്ന് വിളിക്കുന്നതാണ്, ചാരുലത എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം? ചാരു ഭയങ്കര നാണമാണല്ലോ. എന്താ ഇത്ര നാണം വരാൻ കാരണം എന്താ? ചാരുവിൻ്റെ നാണം കണ്ടിട്ട് എനിക്ക് പോലും ഇല്ലാത്ത വികാരം വരുന്നു, നാണം വരുന്നു. എന്ത് പറ്റി? ഒരു ഡോക്ടറല്ലേ, ഒരു ഉഷിരോട് കൂടി അങ്ങ് നിൽക്കണ്ടേ? ക്യാമറയുടെ മുമ്പിൽ ആദ്യമാണോ? ഇങ്ങനെ ആദ്യമായിട്ടാണ്? വെറുതെ അല്ല, എനിക്ക് തോന്നി ഇത്ര അച്ചടക്കം തോന്നുന്നു. കൈയൊക്കെ വിട്ടെ, ഇങ്ങോട്ടെ, സാരിയൊക്കെ വിട്ടെ. മറ്റേ സിനിമയിലൊക്കെ നിൽക്കുന്ന മാതിരി പെണ്ണ് കാണാൻ വന്നവരെ. ഞാൻ പെണ്ണ് കാണാൻ ഒന്നുമല്ല, എൻ്റെ ചായയൊക്കെ ആയിട്ട് വരില്ലേ, അതുപോലെ വന്ന് നിൽക്കുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് പേഷ്യൻസ്. ഇപ്പോൾ ചാരുവിനെ പോലൊരു ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻസിനോട് ഭയങ്കര ഒരു അല്ലേ, ഒരു അറ്റാച്ച്മെൻറ്റോട് കൂടി ആ ഒരു സ്നേഹത്തോട് കൂടി. കരഞ്ഞോണ്ടിരിക്കുന്ന ചാരുവിനെ കണ്ടില്ലേ? കരഞ്ഞോണ്ടിരിക്കുന്ന ചാരു അവിടെ ഒന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് എന്താ സംഭവം എന്ന് വിചാരിച്ച പേടിച്ചത് ഞാൻ. ചാരു ഭയങ്കര കരച്ചിരുന്നു. ചാരു വരുന്ന ഏറ്റവും കൂടുതൽ കരഞ്ഞു കേട്ടോ. ഡോക്ടർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്താണെങ്കിലും അടിപൊളി. വീട് എവിടെയാ? കോഴിക്കോടാ വീട്. ഇവിടെ താമസിക്കുന്നു. ഇവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരെയും നന്നായിട്ടൊക്കെ നോക്കി ഇതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റോട് കൂടി ഞാനൊരു 7 ദിവസമുണ്ട്. ഞാൻ പോകുമ്പോൾ ഇടിച്ചൊന്ന് വിളിക്കണം എന്ന് ഞാൻ ആ ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേണം കേട്ടോ. എന്നെ വിടരുത് ഇവിടെ നിന്ന് കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. എന്താ അവിടെ ഒരു കണ്ണ് കാണിച്ചല്ലോ, എന്തെങ്കിലും അവിടെ സംഭവം നടക്കുന്നുണ്ടോ? അവിടെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, അത് കാണാം. ട്രീറ്റ്മെന്റ് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? മഡ്. അത് അടിപൊളിയായിരിക്കും. മഡ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മറ്റേ ഇന്നസെൻ്റ് ആയിട്ടാണ് ഓർമ്മ വരുന്നത്. അതൊന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ മഡ് ബാത്തിനുള്ള ആൾ റെഡി ആയിട്ടുണ്ട് അല്ലേ. ഈശ്വര, എന്താ പേരെന്താ? എൻ്റെ പേര് ഗോവിന്ദ്. അയ്യോ, എൻ്റെ പേര് ഗോവിന്ദ്. എന്നെ ഇഷ്ടമല്ലേ? എൻ്റെ ഏതെങ്കിലും പരിപാടി കണ്ടിട്ടുണ്ടാവും അല്ലേ? എൻ്റെ ഏതൊക്കെയോ കോമഡി പരിപാടി കണ്ടിട്ടുണ്ടെന്ന് തോന്നണോ? എന്നെ ഏതൊക്കെയോ പൊതുവെ കുട്ടികളോട്. അതാ, കുട്ടികളുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല, കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മൺബാത്ത് ശരിക്കും എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അല്ല, കല്യാണം നടക്കാനല്ല. ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചതല്ല. ശരിക്കും എന്തിനാ മൺബാത്ത് ചെയ്യുന്നത്? നമ്മളുടെ ബോഡിയെ ഒന്ന് കൂളാക്കാനും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനുമാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇതിന് ബ്ലഡ് ഓടാൻ സ്ഥലം ഉണ്ടോ ഈ സ്റ്റീൽ ബോഡിയിൽ? ഒന്ന് ആലോചിച്ചു. അല്ല, നമ്മള് മഡ്ബാത്ത് ശരീരത്തിന്റെ, അതായത് നമ്മുടെ ഫിസിക്ക് വെച്ചല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ ബോഡിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയാ. ഇത് കഴിഞ്ഞ് അടുത്ത മഡ്ബാത്ത് ചെയ്യാൻ വരുന്ന ആളെ കാണുമ്പോൾ ഈ സംശയം മാറും. അപ്പൊ ഒന്ന് തേച്ചോ. ഇത് എന്താണെന്ന് പറഞ്ഞു തേച്ചോ. ഈ ചേട്ടന്റെ പേരെന്തായിരുന്നു? അരുൺ ആണ് മഡ്ബാത്തിന്റെ ആള്. അരുൺ നമ്മുടെ തെറാപ്പിസ്റ്റ് ആണ്. അരുണാണ് ചെയ്യുന്നത്. ഈ മഡ് നമ്മൾ സാധാരണ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെളിയല്ല. ഈ നമ്മുടെ വയലും നദിയും ഒരുമിച്ചുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ അതിന്റെ തീരത്തുനിന്ന് എക്കലടിഞ്ഞുള്ള മണ്ണാണിത്. സാധാരണ ഭൂമിയുടെ നിലപ്പിൽ നിന്ന് 16 അടി താഴ്ചയിൽ പോയി നമ്മൾ എടുക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മളുടെ 12 ഹെർബ്സും നമ്മൾ ചേർക്കും. ഓക്കെ. അങ്ങനെ ഇവിടെ നമ്മുടെ ആ ഹെർബ്സും എല്ലാം ചേർത്ത് പ്രിപ്പയർ ചെയ്ത സാധനമാണ്. നമ്മളൊരു മഡ് എടുക്കുമ്പോൾ അതിന് അലർജിക്കാണോ നോൺ അലർജിക്കാണോ പല കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ ഇസ്രായേൽ ജോർദാൻ പോയപ്പോഴത്തേക്കും അത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഇത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു കടലുണ്ട്. അതിനകത്ത് ഇറങ്ങി എല്ലാവരും ഈ മഡ് ബാത്ത് ചെയ്യും. അവിടെ നമുക്ക് ഈ മഡ് മേടിക്കാൻ കിട്ടും.
വെച്ചാൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും വെളുക്കാനും എല്ലാത്തിനും നല്ലതാന്ന് പറയും. കോസ്മെറ്റിക് പർപ്പസിന് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അവിടെ അതിന്റെ ഇഷ്ടം പോലെ സ്റ്റോഴ്സ് ഉണ്ട്. അവിടെ ഞാൻ പോയിട്ട് റിമി ടോമി, എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയതുകൊണ്ട് ഞാൻ ഇറങ്ങി. റിമി ടോമി, റീമ കല്ലിങ്ങൾ, രഞ്ജിനി ഹരിദാസ്, പിഷാരടി, അങ്ങനെ എല്ലാവരും. എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ബാഗും മൊബൈലും കാത്ത് സൂക്ഷിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കരക്കിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കരക്കിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കരക്കിരുത്തി ഇങ്ങനെ പെരട്ടി കൊടുക്കും അല്ലേ? ഇത് ഫുൾ ബോഡി പെരറ്റും അല്ലേ? എത്ര നേരം ഇരിക്കും? എന്നിട്ട് 40 മിനിറ്റ് ഇങ്ങനെ. വെയിലാണെങ്കിൽ വെയിൽ, ഇതാണെങ്കിൽ ഇത്. അപ്പൊ ഇത് വന്നിട്ട് ഇത് 40 മിനിറ്റ് ഒക്കെ ഇരുത്തിയിട്ട് ഇത് നമ്മൾ കുളിപ്പിച്ചു കൊടുക്കുമോ? ഇവര് ഇവിടെ ഷവർ ഉണ്ടല്ലോ, ഓപ്പൺ ഷവർ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ നിന്നിട്ട് കുളിക്കാം അല്ലേ? ലേഡീസിന് നമുക്കിത് മറച്ചുള്ള ഒരു സംവിധാനമുണ്ട്. 4 സൈഡ് മറച്ച് കർട്ടനിട്ട് മറച്ചുള്ള ഓപ്പൺ സൺറൂഫ് ആയിട്ടുള്ള സംവിധാനമുണ്ട്. അതിനകത്ത് തന്നെ അവർക്ക് ഷവറും ഉണ്ട്. അതിനകത്ത് തന്നെ ഷവറും ഉണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഇരുന്നാ മതി. എത്ര നേരം? 40 മിനിറ്റ്സ് ഇരുന്നാ മതി അല്ലേ? സ്പേസ് ഉണ്ട്, വോക്കബിൾ സ്പേസും ഉണ്ട് അതിനകത്ത്. വേണമെങ്കിൽ ഇരുന്ന് മടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നേരം നടക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ആളെ ഒന്ന് വിളിച്ചാലോ? നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ ഇതിങ്ങനെ മൊത്തം തേക്കും. മൊത്തം കിളിയും പറവയൊക്കെ ആണല്ലോ കയ്യിൽ ഇതാക്കിയേക്കണം. ടാറ്റു നോക്കട്ടെ. ഇതിനകത്തില്ല, ഇതിനകത്തായിരുന്നു മൊത്തം. അതെ, കിളി, പറവ, ദേ ഇവിടെ മ്യൂസിക് മൊത്തം. ആള് യോയോ ആട്ടാ. വിചാരിച്ച പോലെയല്ല. ഇപ്പോഴും ആ കലിപ്പങ്ങ് മാറിയിട്ടില്ല. അപ്പോൾ അളിയൻ്റെ മഡ്ബാത്ത് അപ്പുറത്തങ്ങ് നടക്കട്ടെ. പേരെന്തായിരുന്നു? എൻ്റെ പേര് ഗോവിന്ദ്. ഓക്കെ. അപ്പൊ ഗോവിന്ദ് അവിടെ അപ്പുറത്തങ്ങ് നടക്കട്ടെ. അടുത്ത നമുക്ക് ആ ഞെട്ടിക്കാനുള്ള ആളെ വിളിക്കാം. അവന്റെ പേരെന്തായിരുന്നു? നവനീതേ, ഇങ്ങ് വന്നേ, വാ. മഡ് വേണം. തലേന്നങ്ങ് തുടങ്ങുക. ഭയങ്കര തണുപ്പായി. ആണോ? വെളുക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഇതിന്റെ ഒരു പുഴ കാണിക്കുവാണെങ്കിൽ അതിനകത്തൊന്ന് ചാടിയേനെ. ഒരു ടബ് ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു അല്ലേ? ഈ സഹോദരൻ ഇത്രയും കഷ്ടപ്പെടുകയും ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അതെ, പക്ഷെ അപ്പൊ എന്നെ പ്രശ്നം അറിയോ? അങ്ങനെ വരുമ്പോ മഡ് നമ്മൾ ഓരോരുത്തർക്കും മാറ്റേണ്ട വരത്തില്ലേ? ശരിയാ. ഒരാൾക്കുള്ള പ്രോബ്ലം ആയിരിക്കും ഒരാൾക്കുള്ളത്. അത് തന്നെയല്ല, അവരെന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് പണിയാകത്തില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഭയങ്കര ആധികാരികമായിട്ട് എന്നെ പുകഴ്ത്തി പറയുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര റിലാക്സേഷൻ ആണ് അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വെളുക്കും, കുടുംബവും വെളുപ്പിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിന് വിളിച്ചപ്പോഴത്തേക്കും ഇവന് ഭയങ്കര മടിയായിരുന്നു. അതെന്നാന്നറിയോ? ചെറിയൊരു അലർജി ഉണ്ട്. എന്താ? കുളിക്കുന്നതിന്റെ ഒരു ചെറിയ കുളിക്കാൻ മടിയാണോ? അയ്യേ എന്നിട്ടാണോ നീ അന്ന് തോണിന്ന് വെള്ളത്തിൽ ചാടാൻ പോയത്? അല്ല, ഇപ്പം വീട്ടിലാണെങ്കിൽ ഒരാഴ്ച കൂടെ ഒരു കുളി വല്ലപ്പോഴൊക്കെ. സാധാരണ ഷൂട്ടുള്ള സമയം 5-6 പ്രാവശ്യം അങ്ങ് കുളി. ഇവിടെ വന്നു ഒരു ദിവസം 4-3 പ്രാവശ്യം കുളിക്കാണ്ട്. 4-3 പ്രാവശ്യം കുളിക്കണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? വെള്ള അലർജി ഉള്ളവർക്കൊക്കെ ഇവിടെ പാടായിരിക്കും. സെയിം പിച്ച്. ഞാനും അറിഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മ വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ഞാൻ എല്ലാ ദിവസവും കുളിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കും എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ കുളിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് എഡിറ്റ് ചെയ്യുകയും എല്ലാം മാനേജ് ചെയ്യാൻ പ്രശാന്ത് ഉണ്ട്. പ്രശാന്തിന് ടൈറ്റിൽ ഇടാൻ പോകുന്നത് സുബിയുടെ കുളിയും ആയുർവേദ ട്രീറ്റ്മെന്റും എന്നായിരിക്കും. നല്ല ടൈറ്റിലല്ലേ? പ്രശാന്ത് പൊളിക്കും. ആളിയാ ഉണങ്ങി കിട്ടിയിട്ടില്ല. ഇച്ചിരി മഴക്കോളുള്ളതുകൊണ്ട് തണുത്ത് നിറച്ച് ഈ പരുവത്തിൽ നിൽക്കുന്നുണ്ട്. 40 മിനിറ്റ് കേട്ടാ അല്ലേ? ഒരു 5 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. മൊത്തം വെയിലില്ലെങ്കിൽ ഉണങ്ങത്തില്ല. ഒന്നാമതൊരു തണുത്ത കാലാവസ്ഥ. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ചെറിയൊരു നല്ല ഭയങ്കര റിലാക്സേഷൻ ആണുള്ളത്. അല്ലെ, ഈ കോലത്തിലല്ലാണ്ട് ഇതിന്റെ നേരത്തെ ഒരു ഫോട്ടോ എന്നെ കാണിച്ചില്ലായിരുന്നു. ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അതില്ല, അതൊന്ന് കാണണം. അതൊന്ന് കണ്ടേ പറ്റത്തുള്ളൂ. ദേ, ഇതായിരുന്നു വന്നപ്പോഴുള്ള കോലം. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പോസ്റ്റ് ചെയ്തല്ലോ അത്. അപ്പോൾ എന്താണെങ്കിലും അളിയാൻ നല്ല വ്യത്യാസമുണ്ട്. കുറേ ദിവസം കൂടി ഇവിടെ നിൽക്കുക കേട്ടോ. നമുക്ക് സിനിമയിലൊക്കെ അഭിനയിച്ച് കാണണം. ചേച്ചി പോയിട്ട് നീ പോയാൽ അത് കൊള്ളാം കേട്ടോ. ഞാൻ അഥവാ എൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് കാണാം. നീ എന്നെ വെച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ, നായികയായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യോഗ ഹോളിലേക്ക് പോവാം. പോട്ടെ. അപ്പോൾ ഇവിടെ ഇരുന്ന് ഉണങ്ങുക കേട്ടോ.
അപ്പോൾ 40 മിനിറ്റ് മണ്ടൊക്കെ തേച്ച് വെയിലുണ്ടായിരുന്നില്ല, എന്നാലും കാറ്റത്തിരുന്ന് മണ്ടൊക്കെ ഉണങ്ങി നമ്മൾ ഗോവിന്ദിൻ്റെ കുളി സീൻ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാ കണ്ടോ, ഞാനില്ല. ഇതാണ് ദാ പറഞ്ഞ ആ ഓപ്പൺ ഷവർ കേട്ടോ. ഞാൻ നോക്കുന്നില്ല ഗോവിന്ദേ. കുളിച്ചോ. ആഹാ, അടിപൊളിയാണല്ലോ. എല്ലാം നമ്മളുടെ ഒരാൾ വരച്ചതാ. ഈ സൈഡിലെ കാര്യങ്ങൾ മുഴുവൻ ഇതെല്ലാം വരച്ചതാ. ഇത് ഓക്കേ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. ആ വരച്ച അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സുധൻ ചേട്ടൻ എവിടെയുള്ളതാ? കുടമാളൂരുള്ള സുധൻ ചേട്ടനാണ് ഇതെല്ലാം വരച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കോൺസെപ്റ്റ് ആരുടെയായിരുന്നു? ഇത് ശരിക്കും നമ്മളുടെ ഇവിടെ എന്തൊക്കെയാണുള്ളത് അതാണ് വരുന്നത്. ആദ്യം ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ യോഗയുണ്ട്, പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. നമ്മളുടെ ചിന്തകള് ഇതായിട്ട് എടുക്കുന്നതാണ് ആ ഫോട്ടോ. ബ്രെയിനിന്റെ 2 ചിന്തകൾ കറക്റ്റ് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സെന്റർ നമുക്കുണ്ട്. പിന്നെ ഇത് ഗോശാല. എന്താണെങ്കിലും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ യോഗ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ ഡോക്ടർമാർ തന്നെ. നിങ്ങൾ ഡോക്ടേഴ്സ് തന്നെയാണ് യോഗ ചെയ്യുന്നത്. രാവിലെ ജനറൽ യോഗ ക്ലാസ്സുകളുണ്ട് പുറത്തുനിന്നുള്ളവർക്ക് വരാൻ വേണ്ടി. അതല്ലാതെ നമ്മുടെ ഇവിടെയുള്ള ഗസ്റ്റിന് വേണ്ടിയുള്ള, അതായത് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്കല്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് യോഗ ക്ലാസ് 6:30 to 7:30 ഫ്രീ ആയിട്ടുള്ള യോഗ ക്ലാസ് ആണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടാ പോകുന്നത്? ട്രീറ്റ്മെന്റ്, നമ്മുടെ മസാജും കാര്യങ്ങളൊക്കെ. ട്രീറ്റ്മെന്റ് ഏരിയ അത് മുകളിലത്തെ നിലയിൽ തന്നെ, ഇവിടെ തന്നെയാണ്. ഇങ്ങോട്ടാണോ കയറേണ്ടത്? ഓക്കെ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ മസാജ് റൂം, ട്രീറ്റ്മെന്റ് റൂംസ് എല്ലാം ഉള്ളത് അല്ലേ? ട്രീറ്റ്മെന്റ് റൂംസ് ഒക്കെ ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞ മറ്റേ സിനിമയിലെ സംഭവം അല്ലേ? പട്ടാളം. ഇതിനെന്താ പറയാ ശരിക്കും? സ്റ്റീം ചേംബർ. ആവി കൊണ്ടുള്ള ഇത് അല്ലേ? അപ്പം ബോഡിയിലെ ഫാറ്റും കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതും മസാജിങ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യും. അപ്പം മസാജിങ് ഇതിനകത്ത് നിന്ന് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നു അല്ലേ? അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഉഷാറുണ്ടാവും, നല്ല ഉറക്കവും വരും. നമ്മളുടെ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ ഈ ടോക്സിൻസ് ഒക്കെ, അതായത് അണുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിനൊക്കെ പുകച്ച് പുറത്തേ അടിക്കുക എന്ന് പറയും. അതിനൊക്കെ പുകച്ച് പുറത്തേ അടിക്കും. അതിനു മുമ്പ് നമുക്ക് മസാജ് ചെയ്യണം. മസാജിങ് സെന്റർ നമുക്ക് കാണാം. പല റൂംസ് ഉണ്ട്, അതിനകത്തൊരു റൂം നമുക്ക് കാണാം അല്ലേ? ഇവിടെ ഇത്രയും വെളിച്ചമേ ഉള്ളൂ, ഈ സൺലൈറ്റ് മാത്രമേ ഉള്ളൂ. അതെന്താ? നമ്മള് നാച്ചുറൽ ലൈറ്റ് ആണ് കൂടുതലും നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുന്നത്. മസാജ് റൂമിൽ ഇപ്പം നമുക്കുള്ള മസാജ് റൂമുകളിലെല്ലാം നമ്മൾ സൺലൈറ്റ് മാത്രമേ എൻകറേജ് ചെയ്യുന്നു. രാത്രിയിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ലാമ്പ്, നമ്മൾ വിളക്കുകൾ വെച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ചിരാത് പോലെയുള്ള സാധനങ്ങൾ വെച്ച്, ചിരാതോ അല്ലെ നിലവിളക്കോ വെച്ചിട്ട് ഇത് ചെയ്യും അല്ലേ? അക്യുപഞ്ചറും എല്ലാം ചെയ്യുന്നത് ഇവിടെ തന്നെ അല്ല. അക്യുപഞ്ചർ ഒക്കെ ചെയ്യുന്നത് പുറത്താണ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള, നമുക്കൊരു 13 ടൈപ്പ് മസാജ് ഉണ്ട്. ആ മസാജുകളെല്ലാം ഇവിടെയാണ്. വേദനകൾക്കുള്ള കിഴിയൊക്കെ ഇവിടെ. ഇതൊക്കെ പിന്നെ ഈ മസാജിന് കിടക്കുമ്പോൾ നമ്മുടെ പേഷ്യൻസിന് വായിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അവരുടെ ഒരു എന്റർടൈൻമെന്റ്. ഈ വരകളൊക്കെ വരച്ചിരിക്കുന്നതോ? ഈ വരകളൊക്കെ നമ്മുടെ സുധൻ ചേട്ടൻ തന്നെ വരച്ചിരിക്കുന്ന. മഡ് തെറാപ്പി എനിക്ക് മനസ്സിലായി, അതെല്ലാം എനിക്ക് മനസ്സിലായി. ഇതെന്താണ് സംഭവം? ഇതാണ് ആതപസ്നാന. അത് മറ്റേ വാഴയില് പൊതിയല് അല്ലെ? 2 വെയിലത്തിട്ട് ഉണക്കല്. ഇതാണ് ആതപസ്ഥാന എന്ന് പറഞ്ഞ ആ സംഭവം. ഇങ്ങനെ നമ്മൾ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് കിടത്തും. 40 മിനിറ്റ് നമ്മളിങ്ങനെ കിടത്തും. 40 മിനിറ്റ് താങ്ങുമോ അതൊക്കെ? എനിക്കൊന്നും വേണ്ടി വരത്തില്ലായിരിക്കും അല്ലേ? നല്ലതാണ്, കാണാൻ നല്ലതാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. രോഗത്തിന് മാത്രമല്ല, വെൽനെസ്സിനും ഇത് ചെയ്യുന്നുണ്ട്. ആണല്ലേ? നമുക്ക് നോക്കാം. എന്നെ വാഴയില് പൊതിഞ്ഞെടുത്തുവോ? എനിക്ക് വെയിൽ കൊണ്ട് എനിക്ക് ടാനാവും. അപ്പൊ ഇനി അടുത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? താഴെ കുറച്ച് ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ്സ് കാണാം. അക്യുപഞ്ചറൊക്കെ നടക്കുന്നുണ്ട്. മോളൂട്ടി ഒന്നും വന്നേ. തുമ്പിക്കുട്ടി ഒരു പാദസരം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കില്ലിങ്ങണ പാദസരമായിരുന്നു. നല്ല രസമുണ്ടായി അത് കാലി കിടക്കണാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സൗണ്ട് പെടണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, മോളെ കാലനക്കാതെ എവിടെയെങ്കിലും ഇരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പാവം അത് മാറ്റിയിട്ടിട്ട് വന്നടാ. അതേ നോക്കി കണ്ടോ, ചേച്ചിയുടെ പുറകെ നടക്കുക. അങ്ങനെ അങ്ങോട്ട് ആ കിലുങ്ങണ പാദസരം ഇഷ്ടപ്പെട്ട് മേടിപ്പിച്ച അമ്മേനെ കൊണ്ട് കരഞ്ഞ് പറഞ്ഞ് മേടിപ്പിച്ചതാണ്. ആ പാദസരം മാറ്റിയിട്ടിട്ട് വന്നേക്കുന്നു ചേച്ചിയുടെ കൂടെ നടക്കാൻ. ചേച്ചി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ഒപ്പം പോരുന്നുണ്ടോ? അയ്യോ, ഞാൻ കൊണ്ടുപോയി വളർത്തേണ്ടി വരുമല്ലോ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കൊണ്ടുപോവാട്ടാ. ഡോക്ടറെ വിടണ്ടോ കൊച്ചിനെ എൻ്റെ ഒപ്പം? ഡോക്ടർ വിടത്തില്ലെന്ന്. ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ചേച്ചി കൊണ്ടുപോവാട്ടാ.
ഓക്കെ. അപ്പോൾ ചാരുവാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അക്യുപഞ്ചർ. അപ്പൊ എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ അക്യുപഞ്ചർ കൊടുക്കുന്നത് ഇവന്റെ ഫേഷ്യല് നമ്മളുടെ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയാണ്. പിമ്പിൾസ് ഒക്കെ ഒഴിവാകാൻ വേണ്ടിയും നമുക്കൊരു ബെറ്റർ സ്കിന്നിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഫേഷ്യൽ അക്യുപഞ്ചർ ആണ് ചെയ്യുന്നത്. സൂചി കുത്തുവാണോ ചെയ്യുന്നത്? അയ്യോ, തലയില് അറിഞ്ഞോ നീ? വേദന എടുക്കുന്നുണ്ടോ? ഇല്ല, വേദനയില്ല. വേദനയില്ല. സൂചി കാണുമ്പോ അവനൊരു പേടിയുണ്ട്. ഈ കല്ലിങ്ങാട്ട് നീലിയെ കത്തനാർ തളച്ചൊരു കഥ കേട്ട് അതിന്റെ എന്തോ ഒരു സ്പാർക്കുണ്ട് തലയിലെ. അതെനിക്ക് ആ കൗണ്ടർ ഇഷ്ടപ്പെട്ടത്. ആ കൗണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇതൊക്കെയാണ് സൗന്ദര്യം കൂടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെന്റ്സ് അല്ലേ? നമ്മുടെ ഫേസിലെ പിമ്പിൾസ് പോകാൻ വേണ്ടിയും നമ്മുടെ ഫേസിന്റെ ഗ്ലോ കൂടാൻ വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഉറക്കം കുറവുള്ളവർക്ക് നമ്മൾ കൊടുക്കും, മൈഗ്രെയിൻ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കും. ഫേഷ്യൽ അക്യുപഞ്ചർ പല പോയിന്റുകളിൽ നമ്മൾ കൊടുക്കും. അപ്പം മിക്കവാറും എനിക്ക് വേണ്ടി വരും ഈ 7 ദിവസത്തിൽ ഈ പറഞ്ഞ മൈഗ്രെയിനും ഈ പറഞ്ഞ ഉറക്കം കുറവും പിന്നെ ഇച്ചിരി ഭ്രാന്തും ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഇത്ര സൂചി പോരാതെ വരും. ഫേഷ്യല് നമ്മളിപ്പോ ഈ കാണുമ്പോ സൂചി കുത്തുന്നുണ്ടെങ്കിലും നമുക്ക് കുത്തുമ്പോ വേദന എടുക്കത്തില്ല. എനിക്ക് ഒരു ഇഞ്ചക്ഷൻ പോലും പേടിയാന്നേ. ഇല്ല, അത് ഇഞ്ചക്ഷൻ ഇത്രയും പോലും വേദനയില്ല, ഒരു വേദന എടുക്കത്തില്ല ഇത് കുത്തുമ്പോൾ. പെയിൻ ഇല്ല സുബി ചേച്ചി. നമ്മള് ഇത് കുത്തുമ്പോ തുടക്കത്തിൽ ഒരു പേടി വരുമല്ലോ മുഖത്തൊക്കെ. ഈ സൂചി കുത്തുമ്പോ സ്വാഭാവിക ഇഞ്ചക്ഷന്റെ ഒരു ഇതായിരിക്കും. പക്ഷെ ഇത് കുത്തി കഴിയുമ്പോ അത് ആദ്യം ഒരു ചെറിയൊരു നമ്മുടെ മനസ്സിന്റെ ഒരു ഡിസ്കംഫർട്ട് കാണും. അത് കഴിഞ്ഞ് നല്ല സുഖമാണ്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയാം, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും ഇപ്രാവശ്യം കിടന്നപ്പോഴത്തേക്കും കുറേ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. 10 ദിവസം കിടന്നപ്പോൾ 10 ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പല പ്രാവശ്യം മറ്റേ ഇത് കുത്തിയിടുമല്ലോ നമ്മളെ, കുത്തിയിടുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഞാൻ പയ്യെ കുത്തനെ എനിക്ക് പേടിയാണ് ഇതായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. വെച്ചാൽ എനിക്ക് പേടിയാണ്. ചിലപ്പോൾ കുത്തണത് അറിയത്തില്ല, ചിലർ കുത്തണത് അറിയും നമ്മൾ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ. എനിക്കെന്നിട്ട് ഇത് കാണുമ്പോൾ തന്നെ പേടിയാവും. ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കുത്തി വെക്കണം ഫേസിൽ അല്ലേ? ഓരോ പോയിന്റുകളുണ്ട്, ആ പോയിന്റുകളിൽ നമ്മൾ കുത്തും. പക്ഷേ നമുക്ക് ഓരോരോ കാര്യത്തിന് ഓരോരോ പോയിന്റുകളാണ്. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ ഒരു സമയത്ത് അറൗണ്ട് ഒരു 12-13 നീഡിൽസ് കുത്തും ഓരോ സ്ഥലത്തായിട്ട് വേണ്ട സ്ഥലത്ത്. എന്നിട്ട് എത്ര നേരം ഇത് നിൽക്കണം? 25 മിനിറ്റ്സ് ഇങ്ങനെ നിൽക്കണം. അത് പെയിൻ ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ബാക്ക് പെയിൻ, നീ പെയിൻ, അങ്ങനെ പെയിൻ ആണെങ്കിൽ നമ്മൾ വിത്ത് സ്റ്റിമുലേഷനാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ചാണ്, ചിലത് വിത്ത് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റിമുലേഷൻ. അപ്പൊ 25 മിനിറ്റ് നീ കുത്തി ഇവിടെ കിടക്കുക കേട്ടോ. നമുക്ക് ഊണ് കഴിക്കാൻ പോകാം. നമുക്ക് ഊണ് കഴിക്കാം. ഇനി അടുത്ത വിശപ്പിന്റെ സമയമായി. അപ്പൊ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒത്തിരിയൊക്കെ കണ്ടു. ഇനി ഇവിടുത്തെ ഊണ് എങ്ങനെയാന്നുള്ളത്, പുറത്ത് കിട്ടുന്ന ഊണ് പോലത്തെ ഊണല്ലല്ലോ ഇവിടെ കിട്ടുന്നത്, ഒരിക്കലുമല്ല. അപ്പൊ ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടി ഇറക്കാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങ് ജോയിൻ ചെയ്യുക. വെരി ഗുഡ്. ഓക്കെ, എന്താണെങ്കിലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ചാരു എന്നെ അങ്ങ് നോക്കിക്കൊള്ളാം കേട്ടോ. നോക്കിക്കോ മോനേടാ, കൂടെ ഉണ്ടാവണേ കേട്ടോ. നീ ഡയറക്റ്റ് ചെയ്യണം എന്തെങ്കിലും. നമുക്കൊരു സ്ക്രിപ്റ്റ് ചെയ്യാം ഇവിടെ ഇരുന്ന, വേറെ പണിയൊന്നുമില്ലല്ലോ നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാൻ പോകാം. എന്തൊക്കെ വിഭവങ്ങൾ എന്നറിയാം. ഇവിടുത്തെ ഊണ് സ്പെഷ്യൽ ഊണാണെന്ന് പറഞ്ഞു. ഓക്കെ, മാമുണ്ണ. അപ്പോൾ ഊണിൻ്റെ വിഭവങ്ങൾ ഒക്കെ ഇതാണ് അല്ലേ? അവിയലുണ്ട്, ഇത് തോരൻ. എന്ത് തോരനാ ഇത്? പയറ് തോരൻ. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് അല്ലേ? അച്ചിങ്ങ എന്ന് പറയും നമ്മളവിടെ. അച്ചിങ്ങ തോരൻ. ഇത് മോര് കാച്ചിയത്. എന്തിട്ടാ കാച്ചിരിക്കുന്നത്? കുമ്പളങ്ങ ഇട്ട് കാച്ചിയ മോര് കാച്ചിയത്. ഇത് എന്ത് ചോറായത്? ഇത് തവിടോട് കൂടിയ ചോറ്. തവിട് കളയാത്ത ചോറ്. നമ്മൾ സാധാരണ വെള്ളയാവുന്നതോറും വിഷാവെന്ന് പറയും. നമ്മളുടെ ഈ സാധാരണ ചോറ് ഇത്രയും വിഷമല്ല. നമ്മളതിനെ പോളിഷ് ചെയ്ത് കൂടുതൽ സൗന്ദര്യമുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആക്കുമ്പോഴാണ് ഇത് കൂടുതൽ വിഷമായി മാറുന്നത്. ഇത് അത്രയൊന്നും സൗന്ദര്യം ഇല്ലാത്ത ചോറാണ്. പക്ഷേ തവിടോട് ഹൈ ഫൈബർ ആണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ചോറേ തരത്തുള്ളൂ, കൂടുതൽ ചോറില്ല. പക്ഷേ സുജിജി ഇത്രയും കഴിച്ചു കഴിയുമ്പോൾ ഇനിയും കഴിക്കാൻ വിശപ്പുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കാരണം ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ഇത് ഫുൾ ആവും. എനിക്ക് ഇത്രയൊക്കെ മതി. ഈ അവിയൽ കൊണ്ട് തന്നെ എൻ്റെ വയറ് നിറയും കേട്ടോ. അവിയലൊക്കെ ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കുന്നത് നമ്മൾ ശരിക്കും പറയുന്നത് 1/3 റൈസും 1/3 അവിയൽ, അതായത് സാലഡ്സും 1/3 കറിയും.
ഓക്കെ ഓക്കെ. ആ ഒരു പ്ലേറ്റിൻ്റെ അങ്ങനെയാണ് ശതമാനം പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതെ, അങ്ങനെ ബാലൻസ് ചെയ്താണ് എല്ലാ ഫുഡും എല്ലാ നേരവും തരാൻ പോകുന്നത്. പല ദിവസവും പല കറികളായിരിക്കുമോ? പല കറികളായിരിക്കും. ചില ദിവസം നമ്മൾ സാലഡ്സിലോട്ട് മാറും, സാലഡ്സിലേക്ക് മാറും. അങ്ങനെയൊക്കെ ആയിരിക്കും ഡയറ്റും കാര്യങ്ങളും. എന്താണെങ്കിലും വന്ന സ്ഥിതിക്ക് ഈ 7 ദിവസം എന്നുള്ളത് 10 ദിവസം ആക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാലോ. അപ്പോൾ എന്താണെങ്കിലും ഞാനിവിടെ അങ്ങ് നിൽക്കാനായിട്ട് തീരുമാനിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടറാണെന്നുണ്ടെങ്കിലും ചാരു ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാവരുടെയും ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നി. ഒരു ഹോസ്പിറ്റലിൽ പോയ മാതിരിയോ അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയ മാതിരിയോ ഒത്തിരി ഫീൽ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് സമാധാനമായിട്ട് ഞാൻ പെട്ടിയിറക്കി ഇവിടെ അങ്ങ് കൂടാനങ്ങണ്ട് ഉറപ്പിച്ചു. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ വരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിരിക്കാം. ഇത് ഡോക്ടർ അഭിജിത്ത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ചാച്ചാ, ബൈ ബൈ, ലവ് യു ഓൾ.